Hi friends, Assalamu alaikum, Namaskaram and welcome back to my channel. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പിയും അതിന്റെ കുറച്ച് ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് ട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് എഗ്ഗ് ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് മിക്സറിന്റെ ബൗളാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 11 മുട്ടയാണ് ട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് പൊട്ടിച്ചൊഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കേടുള്ള മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കലങ്ങിപ്പോയാൽ പിന്നെ എല്ലാ മുട്ടയും നാശമാവും. അപ്പോൾ എനിക്കിത് ഉറപ്പുണ്ട്, നല്ല ഫ്രഷ് മുട്ടയാണെന്നുള്ളത്. ഞാൻ അപ്പിൾക്കപ്പുള്ളത് വാങ്ങി വെക്കാറാണ് ചെയ്യാറ് കേട്ടോ, ഒരുപാട് നാൾ യൂസ് ചെയ്യാറില്ല. ഇനി ഇതിലോട്ട് 3 കപ്പ് പഞ്ചസാര പൊടിച്ചതും അതുപോലെ തന്നെ 3 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫുൾ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ നോർമൽ എഗ് ബീറ്ററാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ആയിട്ട് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്നാകെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ സ്റ്റാൻഡ് മിക്സറിൽ നമുക്ക് ഇതിലുള്ള ഉപകാരം എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നന്നായിട്ട് പ്ലഫി ആയിട്ട് വരുന്ന ടൈമിൽ നമുക്കൊരു 1/4 കപ്പ് ഓയിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയായിട്ട്, അപ്പോൾ നമ്മൾ ബീറ്ററിൻ്റെ സ്പീഡെല്ലാം കുറച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml നമ്മൾ മൈദയൊക്കെ മെഷർമെൻറ്റ് ചെയ്ത് അതേ സെയിം അളവിലാണ് കേട്ടോ ഞാൻ 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. ആ 250ൻ്റെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ലോ സ്പീഡിലാക്കിയിട്ട്, അഥവാ സ്പീഡ് 1 or 2 ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ 3 കപ്പ് മൈദയും അതുപോലെ തന്നെ 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ 3 kgയുടെ കേക്ക് ഒരുപാട് തവണ റെസിപ്പി ഞാൻ കാണിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മൈദ ആയിരിക്കുന്നൊന്നും കാണിക്കാതിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഓയിൽ എടുത്ത സെയിം ആ ഒരു അളവിൽ തന്നെ വെള്ളവും കൂടി എടുത്തിട്ടാണ് ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇതാ 12 ഇഞ്ചിൻ്റെ സ്ക്വയർ വലിയ പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകണം കേട്ടോ. അത് നമുക്ക് ട്രയലിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. ഇനി നമ്മൾക്ക് ഇതൊരു 35 മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെത് മോർഫി റിച്ചാർഡിൻ്റെ 60 ലിറ്റർ ഓവനാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൺ അനുസരിച്ചിട്ട് ഇതിൽ ടൈമിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. 40 മുതൽ 45 മിനിറ്റ് വരെയൊക്കെ ഇതൊന്ന് ബേക്ക് ചെയ്യാനെടുക്കും. ഇത് ബേക്കായി വന്നാൽ നമുക്കിതിൻ്റെ ട്രയലിന് ചൂടാറിയതിന് ശേഷം നമ്മൾ കേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഐസിങ് ചെയ്ത് തുടങ്ങാം. അത് നമ്മൾക്ക് സൈഡിലെ ബട്ടർ പേപ്പറെല്ലാം മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് സ്ക്വയർ എങ്ങനെ കട്ട് ചെയ്യാം ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, സെക്കൻഡ് സൈഡും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, വീണ്ടും എല്ലാ സൈഡും ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു നൈഫ് ഉള്ളിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമുക്ക് കൈ അതിന് മുകളിലായിട്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഇതൊന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം സ്പീഡിൽ ചെയ്ത് കാണിച്ച് പോവുകയാണ് കേട്ടോ. കാരണം എല്ലാ വീഡിയോയിലും നമ്മൾ സെയിം ഒരു മെത്തേഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഓൾഡ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇതെല്ലാം സെയിം റെസിപ്പിയൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. ക്ലിയർ ആയിട്ട് റെസിപ്പിയും ഐസിങ് ചെയ്യുന്നതും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തതാണ്. വീണ്ടും കൂട്ടുകാരൊക്കെ കേക്ക് വീഡിയോ ഇടൂ എന്നുള്ള റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് കേട്ടോ വീണ്ടും കേക്ക് വീഡിയോസ് തന്നെ എടുത്തിടുന്നത്. ഇതാ നമ്മൾ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ട് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ വന്നിട്ടുള്ള നമ്മൾ ലെയറാണ് നമ്മൾ ഏറ്റവും താഴെയായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ സിറപ്പിൻ്റെ റെഡ് കളർ കണ്ടിട്ട് വിചാരിക്കേണ്ടത് എന്താണെന്ന്, നമ്മൾ തിളപ്പിച്ചിട്ട് ചെറിയ വെള്ളത്തിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന കൂടെ ചെറിയും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ചെറിയുടെ ആ ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെ ചെറിയും കൂടി ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് അതുപോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റിലേക്കൊക്കെ ആ ഒരു ഷുഗർ സിറപ്പ് കൊടുക്കണം, കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ക്രീം ഒന്ന് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത്. ഇത്രയും വലിയ കേക്കൊക്കെ ആകുമ്പോൾ നോസിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറും കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു വലിയ നോസിൽ ഏതാണെന്ന് ചോദിച്ചാൽ റോസ് പെറ്റൽ വരയ്ക്കുന്ന നോസിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് പറയുന്നത് എപ്പോഴും കമൻറ്റ് ഉണ്ടാവുന്നതാണ്, വീണ്ടും കമൻറ്റ് ഉണ്ടാവുന്നതാണ്. എൻ്റെ പഴയ വീഡിയോസ് കാണാത്തതുകൊണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ചെറിയും ചോപ്പ് ചെയ്തിട്ടുള്ള ചെറിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും നമ്മൾ ഷുഗർ സിറപ്പൊക്കെ വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിലും ക്രീമെല്ലാം ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ സ്ട്രോബെറി ക്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉള്ളതാണ്.
അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്ത് കൊടുക്കണമല്ലോ നമ്മൾ. ഒരു ഫംഗ്ഷനൊക്കെ ഒരുപാട് പേര് വന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഞാൻ എല്ലാ വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിലും ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിലും നടുവിൽ രണ്ടാമത്തെ ലെയറിൽ ഇതുപോലെ സ്ട്രോബെറി ക്രഷ് ആണ് കേട്ടോ കൊടുക്കാറ്. അതിൻ്റെ മുകളിൽ പിന്നെ നമുക്ക് ചെറി ഇടേണ്ട ആവശ്യമില്ല, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഫില്ലിങ്സ് എല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇടുന്നതിന് പകരം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ട്രഫിൾ രൂപത്തിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഏറ്റവും മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന ലെയർ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള ആ ലെയർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്രീം എല്ലാം അപ്ലൈ ചെയ്തെടുത്തിട്ട് ആദ്യം ഒരു ക്രം കോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കാം. ക്രീം ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അത്യാവശ്യം നല്ല ഡെക്കറേഷനൊക്കെ നല്ല ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിതിൻ്റെ സൈഡിൽ അധികം ക്രീമൊന്നും കൊടുത്തിട്ടില്ല, ഒരു ക്രം കോട്ട് മാത്രം കൊടുത്തിട്ടുള്ളൂ. മുകളിൽ മാത്രമാണ് ഞാനിപ്പോൾ സെക്കൻഡ് കോട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ലീഫ് നോസിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ സൈഡ് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനവിടെ കണ്ടോ ക്രം കോട്ട് ചെയ്തതിൻ്റെ ആ ഭാഗമൊക്കെ കാണാൻ നിങ്ങൾക്ക് കേക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഡെക്കറേഷനാണ് ഞാൻ കൊടുക്കുന്നത്. താഴ്ന്ന് മുകളിലോട്ട് ലീഫ് വെച്ചിട്ടുള്ള ലീഫ് നോസിലാണ്. ഈ ഒരു ഡെക്കറേഷന് സൈഡിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സൈഡ് ക്ലിയർ ആക്കി എടുത്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് ഫിനിഷിംഗ് ഒന്നും വേണ്ടി വരില്ല കേക്കിൽ. ലീഫ് നോസിൽ തന്നെ നമുക്ക് 2 സൈസിൽ കിട്ടും കേട്ടോ. ചെറിയ സൈസും ഉണ്ടാവും, ഇതുപോലെ വലിയ സൈസും ഉണ്ടാവും. അപ്പോൾ ആ ഒരു വലിയ സൈസ് നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ഫിനിഷിങ് കേക്കിൽ ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെക്കറേഷന് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഇതല്ലെങ്കിൽ നമുക്ക് സ്ക്രൈപ്പർ വെച്ചിട്ട് ചെയ്തെടുക്കാം, അതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ കേക്കിൻ്റെ 4 സൈഡിലായിട്ട് ഇതൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ സൈഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു 100 N1 നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള നോസിലാണ്, ഞാൻ കൂടുതലും കാണിച്ചിട്ടുണ്ടാവും. ഈ ഒരു സെയിം ഡെക്കറേഷനും ഞാൻ വീഡിയോയിൽ കാണിച്ചത് തന്നെയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു മോഡൽ തന്നെ മതി എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ വീണ്ടും ഈ ഒരു സെയിം മോഡൽ തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കൊടുത്തിട്ടുള്ള കളർ നമ്മുടെ മാജിക് റെഡ് ആണ് കേട്ടോ. അപ്പം ഇതുപോലെ റോസറ്റ ഞാൻ അവിടെ ഇവിടെയായിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് വേറൊരു നോസിൽ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാജിക് റെഡ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റെഡ് കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്രീം എടുത്തിട്ട്, നമുക്കിപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ ഒരു ഇത്തിരി ക്രീം ആവശ്യം ഉണ്ടാവുള്ളൂ ഈ ഒരു ഫ്ലവേഴ്സ് വരക്കാനായിട്ട്. അപ്പം ആ ഒരു ഇത്തിരി കളർ ക്രീം എടുത്തിട്ട് അതിലേക്ക് കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല റെഡ് കളർ തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾ ഒരുപാട് ക്രീം എടുത്തിട്ട് അതിലേക്ക് റെഡ് കുറേ അങ്ങ് ചേർക്കുമ്പോഴാണ് കിട്ടാതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നോസിലിന് പ്രത്യേകിച്ച് നമ്പർ ഒന്നുമില്ല, അതിന് ചെറിയൊരു റോസറ്റ വരച്ചു കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഈ ഒരു റെഡ് ഇതിലേക്ക് കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കളർ ഒന്ന് ഡിം ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സെയിം ഒരു റെഡ് തന്നെയാണ് കേട്ടോ ഇത്, അതിലേക്ക് വൈറ്റ് കൊടുത്തതാണ്. കുറച്ച് വൈറ്റ് ക്രീം കൊടുത്തിട്ട് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തതാണ്. പക്ഷേ അത്ര വലിയ ലൈറ്റ് ഷെയ്ഡൊന്നും ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ആ ഒരു ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇത്രയും കളറൊക്കെ ചേർത്താൽ കയ്പ്പ് ടേസ്റ്റ് വരില്ലേ എന്നുള്ളത്. റെഡൊന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ട്, ഞാൻ ഒരുപാട് വെഡ്ഡിങ് കേക്കുകൾ റെഡിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും കംപ്ലൈൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾ അത്രയും കളറൊക്കെ ചേർക്കുന്ന ടൈമിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കയ്പ്പ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്രീം മാറ്റിയിട്ട് കൊടുക്കുക. ഇനി ഇതാ ഞാൻ സൈഡിലായിട്ടും ഇതുപോലെ സെയിം നോസിൽ വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഇത്രയേ ഉള്ളൂ, ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി പിന്നെ നോമ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കേക്ക് വീഡിയോസ് മതിയോ അതോ നോമ്പിൻ്റെ പലഹാരങ്ങൾ റെസിപ്പീസ് ഇടണോ എന്നൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ ഒരു മുഹല്ലബിയ പുഡിങ്ങിൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നമ്മളെ പിസ്ത ഫ്ലേവറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു നോമ്പിനൊക്കെ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഞാൻ സ്ട്രോബെറി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID-യിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനി പുതുതായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.